കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്ന്. അപ്പോൾ നാം വിചാരിക്കും ദുഃഖത്തിലിരിക്കുന്നവർ ഭാഗ്യം കെട്ടവരെന്നാണ് നാം വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ യേശുക്രിസ്തു മലപ്രസംഗത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന്. പ്രിയ ദൈവമക്കളെ, അത് എത്ര ശരിയാണെന്ന് നാം മനസ്സിലാക്കി നാം ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ തന്നെ എന്തെങ്കിലും ഒരു പ്രയാസം കൊണ്ട് അവർ ദുഃഖിച്ച് കരയുകയാണെങ്കിൽ നാം എന്തു ചെയ്യും? അടുത്ത് ചെന്നിരുന്ന് അവരെ ആശ്വസിപ്പിച്ച് തലോടി അവരുടെ അടുത്ത് കാര്യം അന്വേഷിക്കും. അല്ല, അവർ സന്തോഷമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്നു എന്ന് കണ്ടാൽ നാം അവർ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നാം വിട്ടുകളയും. അതേപോലെ തന്നെയാണ് നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്, നമ്മെ നോക്കുന്നു എങ്കിലും പ്രത്യേകിച്ച് നാം കരയുന്ന സമയങ്ങളിൽ നമ്മെ വിട്ട് അവൻ മാറുകയില്ല, നമ്മോട് വന്നിരിക്കും. മനുഷ്യരാരെങ്കിലും അല്ലെങ്കിൽ സഹോദരങ്ങളോ ബന്ധുക്കളോ മാതാപിതാക്കളോ മക്കളോ ആരെങ്കിലും വന്നോ വന്നില്ലയോ, അവർ ചിലപ്പോൾ വന്നില്ലെന്നിരിക്കും, എങ്കിലും നമ്മുടെ സ്വർഗസ്ഥ പിതാവ് നിർബന്ധമായിട്ട് നമ്മുടെ അടുത്ത് വരും, നമ്മുടെ ദുഃഖങ്ങളെ മാറ്റും, അത് നിശ്ചയമാണ്. അതിൻ്റെ ഒരു ആശ്വാസം ലഭിക്കും, അത് നിശ്ചയമാണ്. അത് നാം എങ്ങനെയാണ് തിരിച്ചറിയുമെന്ന് വെച്ചാൽ, ദുഃഖവേളയിൽ ചുമ്മാ അലമുറയിട്ട് കരയുന്നതല്ല, ആ ക്രൂശിലെ സ്നേഹത്തെ ഓർത്ത്, ഞാൻ ഈ ക്രൂശിലെ പെട്ട പാടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്രൂശിലെ പാടുകൾ നാം ഓർത്ത് കരയുമ്പോൾ, കർത്താവേ നീ ഞങ്ങൾക്ക് നല്ലവനായിട്ട് കൂടെ ഇരിക്കണമെന്ന് വിചാരിച്ച് കരയുമ്പോൾ, ആ ആണിപ്പഴുതേറ്റുള്ള കരം കൊണ്ട് നമ്മെ തലോടി ആശ്വസിപ്പിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് അറിവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ദുഃഖിതരായിരിക്കാം, പല കാര്യങ്ങളിൽ, മക്കളെക്കുറിച്ചായിരിക്കാം, മാതാപിതാക്കളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹിതന്മാരെക്കുറിച്ചായിരിക്കാം, ഏതെങ്കിലും ഒരു തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുമ്പോട്ടുള്ള യാത്രയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് ഈ ലോകം വിട്ട് പോയതിനെക്കുറിച്ചായിരിക്കാം. ഇങ്ങനെ പല കണക്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ദുഃഖിതരായിരിക്കും. ആ ഒരു ദുഃഖവേളയിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഒരു കരം നിങ്ങളടുത്ത് ഉണ്ട് എന്ന്. അത് വെറുതെ നാം വിചാരിച്ചാൽ നമ്മെ വന്ന് തലോടുകയില്ല. ആ ഒരു കരത്തിൽ നാം പിടിച്ചുകൊണ്ട്, കർത്താവേ നീ എന്നെ ആശ്വസിപ്പിച്ചേ തീരൂ എന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ട് ആശ്വാസം ലഭിക്കും. ഞാൻ എൻ്റെ ദുഃഖവേളയിൽ പലപ്പോഴും ഞാൻ അങ്ങനെയാണ് ആശ്വാസം കണ്ടെത്തുന്നത്. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ദുഃഖവേളയിലും ഞാൻ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ വാക്കിനെ വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കുക. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ ലോകയാത്രയിൽ പലവിധമായ ദുഃഖങ്ങളും പേറി ദൈവമേ, കണ്ണുനീരോടുകൂടെ കർത്താവെ, എല്ലാവരോടും മനുഷ്യൻ വെളിയിൽ ചിരിച്ചുകൊണ്ട് നടന്നാലും ഉള്ളിൽ നീറിപ്പോകുന്ന വേദനയുമായി കഴിയുന്ന ഇവരെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവെ. ഇവിടെ ഉള്ള അന്തരങ്ങളിലിരിക്കുന്ന വേദനകൾ ആരും കാണാതെ ഇരുട്ടറകളിൽ രാത്രിയാമങ്ങളിൽ ഇരുന്ന് കരയുന്ന കരച്ചിലിൻ്റെ ആ കണ്ണുനീരിൻ്റെ വീഴ്ചകൾ നീ കാണുന്നല്ലപ്പാ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞ വചനപ്രകാരം ഇവർക്ക് നീ ആശ്വാസം പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ എന്തിനെക്കുറിച്ച് ദുഃഖിച്ച് വിലപിക്കുന്നുവോ അതിൽ കർത്താവെ ഈ ദിവസങ്ങളിൽ ഉടനെ തന്നെ ഒരു മറുപടി ലഭിപ്പാനും അങ്ങയിൽ ആശ്വാസം കണ്ടെത്തിയത് ഓർത്ത് അങ്ങയിൽ സാക്ഷിയായി ജീവിപ്പാൻ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.